GGC HOK Private Limited, Nasreet Martoma Church Campus, MC Road, Mannur, Keezilam. മൂവാറ്റുപുഴ നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഒഴിവ് വന്ന സ്ഥാനത്തേക്ക് നടത്തിയ തിരഞ്ഞെടുപ്പിൽ തീരുമാനമായില്ല. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്ന അമൽ ബാബു രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പകരം ആളില്ലാത്തതിനാൽ അമൽ ബാബുവിനെ വീണ്ടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വരണാധികാരി ഉത്തരവിറക്കി. അമൽ ബാബു രാജിവെച്ചതിനെ തുടർന്നാണ് മൂവാറ്റുപുഴ നഗരസഭയിലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അമൽ ബാബു ഏപ്രിൽ 20 സ്ഥാനം രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമാദേവി KM വരണാധികാരിയായി പങ്കെടുത്തു. എന്നാൽ എല്ലാ കൗൺസിലർമാരും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അംഗമായതിനാലും മറ്റാരും രാജി സമർപ്പിക്കാത്തതിനാലും അമൽ ബാബുവിനെ തന്നെ വീണ്ടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വരണാധികാരി തീരുമാനിക്കുകയായിരുന്നു. മത്സരാർത്ഥികളില്ലാത്തതുകൊണ്ടും ശ്രീ അമൽ ബാബുവിനെ ഈ പോസ്റ്റിലേക്ക് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം UDFനുള്ളിലെ അഭിപ്രായ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കെട്ടുറപ്പില്ലായ്മയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് മൂവാറ്റുപുഴ നഗരസഭയെ നയിക്കുന്നതെന്ന ആരോപണവുമായി LDFും BJPയും രംഗത്തു വന്നു. അമൽ ബാബു രാജിവെച്ചിരിക്കുന്നത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ്, അത് UDFിൻ്റെ കയ്യിലുള്ള ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നാണ്. ശ്രീ PM അബ്ദുൾ സലാമാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ തർക്കം 4 അംഗങ്ങളാണ് ഈ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ നമ്മുടെ SEBI K സണ്ണി അടക്കം 4 പേരാണുള്ളത്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും അമൽ ബാബു രാജിവെക്കാനിടയായ സാഹചര്യം ഇത്തരം അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തികച്ചും നഗരസഭയുടെ ഭരണത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഭരണം മാറുകയാണ്. ഇതുപോലുള്ള രാജികൾ ഇനിയും വരാനുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒട്ടേറെ പേർ ഒരു അസ്വസ്ഥരായി നിൽക്കുന്ന ഒട്ടേറെ ഭരണപക്ഷ അംഗങ്ങൾ ഒട്ടേറെ പേരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു ആശാസ്യകരമായ ഒരു രീതിയല്ല ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ. ഒന്ന് നോക്കിക്കാണേണ്ടത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ അമൽ ബാബു രാജിവെച്ചതിനെ പിന്തുണയ്ക്കാൻ ഒരു UDFിൻ്റെ അംഗങ്ങൾ പോലും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതുകൂടി വളരെ കാര്യമായി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോക്ക് നഗരസഭയുടെ ഈ ഒരു മുന്നോട്ടുള്ള പോക്ക് നല്ല രീതിയല്ല. ഇത് മാറ്റേണ്ടതുണ്ട്. അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാൻ കഴിയുന്ന നിലയിലേക്ക് ഈ ഭരണം മാറേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. UDFിലെ ഒരംഗങ്ങളും പങ്കെടുക്കാതെ, അതായത് ആ അമൽ ബാബുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരംഗങ്ങളും പങ്കെടുക്കാതെ മറ്റ് അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അവിടെ നടക്കേണ്ടത്. ഞങ്ങളുടെ വിലയേറിയ സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ചെയർമാൻ്റെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാജിയും തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പും ഉണ്ടായിരിക്കുന്നത്. UDFിലെ ഒരംഗങ്ങൾ പോലും അമലിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായില്ല. ഞങ്ങൾക്കും ഇതേപോലെ തന്നെ ഓരോ കമ്മിറ്റിയിലെ അംഗങ്ങളല്ല, ഒഴിവില്ലാത്ത ഒരു കമ്മിറ്റിയിൽ ആരും ഒഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ അമലിനെ തന്നെ വീണ്ടും ആ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. മറ്റുള്ളവരുടെ സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ കൗൺസിലിനെയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെറും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ചിലരുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മൂലമാണ് നഗരസഭയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.